ആയത്തുള്ള ഖമനി തന്റെ തീവ്ര ഇസ്ലാമിക നിലപാടുകൾക്ക് പേരുകേട്ട ആളാണ്. എന്നാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഖമനി തന്റെ കടുംപിടുത്തമൊക്കെ ഉപേക്ഷിച്ച മട്ടാണ്. ആയത്തുള്ള ഖമനി സ്ത്രീകളെ പൂക്കളോട് ഉപമിക്കുന്നത് നമ്മൾ കണ്ടു. ജനങ്ങൾക്ക് വാട്സാപ്പും ഗൂഗിൾ പ്ലേ സ്റ്റോറും ഉപയോഗത്തിനായി തുറന്നു കൊടുക്കുന്നത് കണ്ടു. സ്ത്രീകളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും അടിച്ചമർത്തിയിരുന്ന ഒരു ഇറാനെയാണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളത്. അവിടെ പുതിയൊരു വേറിട്ട തലത്തിലുള്ള ഒരു ലിബറൽ ഇറാൻ ഉയർന്നു വരുന്നു. ഒക്കേറ്റിനും കാരണം ക്ഷമിച്ച് തരില്ല ഒരിഞ്ച് പോലും എന്ന ഇസ്രയേലിന്റെ നിലപാടാണ്. ക്രൂരതകൾക്ക് മാപ്പില്ല എന്ന രീതിയിലുള്ള ശക്തമായ നിലപാട്. ഇസ്രയേലിന്റെ നിലപാട് ഇറാനെ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. ഇനി അവർക്ക് മുന്നിലുള്ളത് ട്രംപിനെ എങ്ങനെയെങ്കിലും കയ്യിലെടുക്കണം എന്ന ലക്ഷ്യമാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്രയേലിന്റെ നിശ്ചയദാർഢ്യത്തിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പശ്ചിമേഷ്യയിലെ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ കൂട്ടുകെട്ട്. ആധുനികമായ യുദ്ധ സാങ്കേതിക വിദ്യയും നിശ്ചയദാർഢ്യവും ചേർന്നുള്ള ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണങ്ങൾ, ഇതിലെല്ലാം പകച്ച് വിറച്ച് തരിച്ച് നിൽക്കുകയാണ് ഇറാനും സഖ്യകക്ഷികളും. ഇസ്ലാമിക തീവ്രവാദം വളർത്തിയതിനുള്ള ശിക്ഷ അത് തന്നെയാണ് ഇപ്പോൾ ഇറാൻ മറ്റൊരു തരത്തിൽ അനുഭവിക്കുന്നത്. പശ്ചിമേഷ്യയിലെ വിവിധ രാജ്യങ്ങളിലെ ഭീകരവാദ സംഘടനകൾക്ക് ചെലവൊക്കെ കൊടുത്തി അവരെ വളർത്തി നിലനിർത്തിയിരുന്നത് ഇറാനാണ്. പക്ഷെ പുറമേക്ക് എപ്പോഴും ഇറാൻ ഒരു ആത്മീയ പരിവേഷമുണ്ടായിരുന്നു. ആ പരിവേഷത്തിലൂടെ ലോകത്തെ മുഴുവൻ വഞ്ചിക്കുകയായിരുന്നു ഇറാൻ. പലസ്തീനിലെ ഹമാസ്, ലബനനിലെ ഹിസ്ബുള്ള, സിറിയയിലെ ബാഷർ അൽ അസാദ്, യമനിലെ ഹൂതികൾ, ഇറാഖിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സസ് ഉൾപ്പെടെയുള്ള 67 സായുധ ഗ്രൂപ്പുകൾ, ഇങ്ങനെ എല്ലാവരെയും ആയുധവും പണവും നൽകി വളർത്തിയത് ഇറാനായിരുന്നു. തങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പലപ്പോഴും ഇറാൻ ഈ ഭീകര ഗ്രൂപ്പുകളെ ആവശ്യം പോലെ ഉപയോഗിച്ചു. ഹിസ്ബുള്ളക്കെതിരെ ഇസ്രയേൽ ആക്രമണം തുടങ്ങിയപ്പോഴാണ് ഇറാൻ ഈ യുദ്ധത്തിൽ ഇടപെടുന്നത്. ഇസ്രയേലിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രയേലിന് നേരെ മിസൈലുകൾ അയക്കുകയും ചെയ്തു. എന്നാൽ അവിടെ എല്ലാം മാറി മറിയുകയായിരുന്നു. രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ കടന്നു കയറി കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുകയും മാനം കളയുകയും ചെയ്ത ഇസ്ലാമിക ഭീകരതയോട് ക്ഷമിക്കില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ തുടർന്നു. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും നേതാക്കൾ ഒന്നൊന്നായി വിവിധ രാജ്യങ്ങളിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും നേതാക്കൾ ഇങ്ങനെ കൊല്ലപ്പെടുമ്പോൾ ഹിസ്ബുള്ളയുടെ ഭീകര നേതാക്കളായ യഹ്യ സിൻവർ, ഇബ്രാഹിം അഖിൽ, ഹാസൻ നസറുള്ള, ഫൗസ് ഷുക്കൂർ, ഹമാസിന്റെ ഇസ്മായിൽ ഹനിയ എന്നിവർ കൊല്ലപ്പെടുകയായിരുന്നു. ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് ഇസ്രായേൽ തുറന്നു പറഞ്ഞു. ചില ഭീകരർ ഇറാനകത്ത് ബലപ്പെടുത്തിയ ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരുന്നു, അവരാണ് കൊല്ലപ്പെട്ടത്. ഇത് പലതും സാധ്യമായത് ഇസ്രയേലിന്റെ ഇന്റലിജൻസ് മിടുക്കും ഡ്രോൺ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവുമായിരുന്നു. അതിനു പിന്നാലെ ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളും ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങളും തകർത്തു. അവർക്ക് ആയുധങ്ങൾ ഒഴുക്കിയിരുന്ന സിറിയയും താഴെ വീഴ്ത്തി. സിറിയയിലെ ആയുധശേഖരം മുഴുവൻ ചെറിയ അണുബോംബിട്ട് നശിപ്പിക്കുകയും ചെയ്തു. ഇനി തല ഉയർത്തിയാൽ തകർക്കും എന്ന രീതിയിലുള്ള ഇസ്രയേലിന്റെ നിൽപ്പിന് മുന്നിൽ വിറകൊള്ളുകയാണ് ഇറാനും അവിടുത്തെ ആത്മീയ നേതാവ് എന്നറിയപ്പെടുന്ന ആയത്തുള്ള ഖമനിയും. ദശകങ്ങളായിട്ടുള്ള ഖമനിയെ ഭരണം ഏത് നിമിഷവും അടിതെറ്റി വീഴാമെന്ന സ്ഥിതിയിലാണ്. അതോടെ അവരെന്താണ് ചെയ്തത്? മതത്തിന്റെ പേരിലുള്ള, നിലനിൽക്കണമെങ്കിൽ മതത്തിന്റെ പേരിലുള്ള കടുംപിടുത്തങ്ങൾ മാറ്റിവെക്കണം എന്നത് അവർ മനസ്സിലാക്കുകയും അതൊന്നൊന്നായി മാറ്റിവെക്കുകയും അടുത്ത US പ്രസിഡന്റായി ചുമതലയേൽക്കുന്ന ഡൊണാൾഡ് ട്രംപിനെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുകയും ചെയ്തു. തീവ്ര ഇസ്ലാമിക കടുംപിടുത്തങ്ങൾ ഉപേക്ഷിക്കുന്ന മറ്റൊരു ആയത്തുള്ള ഖമേനിയെ ലോകം കാണുകയാണ്. ഇസ്രയേൽ ഹമാസിനെ ആക്രമിച്ച ശേഷം ലബനനിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരുന്ന കോബാകുലനായ ആയത്തുള്ള ഖമേനിയെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ അദ്ദേഹം സ്ത്രീകളെ പൂക്കളോട് ഉപമിക്കുന്നു. ജനങ്ങൾക്ക് വാട്സാപ്പും ഗൂഗിൾ പ്ലേ സ്റ്റോറും ഉപയോഗത്തിനായി തുറന്നു കൊടുക്കുന്നു. സ്ത്രീകളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും മൃഗീയമായി അടിച്ചമർത്തിയിരുന്ന ഇറാനു പകരം ഒരു പുതിയ ഇറാൻ ഉയർന്നു വരുന്നു. എല്ലാം സാധ്യമാക്കുന്നത് ഇസ്രയേലിന്റെ ക്രൂരതകൾക്ക് മാപ്പില്ല എന്ന രീതിയിലുള്ള ഇസ്ലാമിക തീവ്രവാദത്തിനോടുള്ള ആ കരുത്തുറ്റ നിൽപ്പ് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.